പിന്നോക്ക വിഭാഗക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വടക്കഞ്ചേരി കമ്മ്യൂണിറ്റി കോളേജ് ആൻഡ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിന്നോക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായി ഇവരുടെ ഇടയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് ഗണ്യമായി കുറഞ്ഞുവെന്ന് മാത്രമല്ല, സ്കൂൾ പ്രവേശനം വർദ്ധിക്കുകയും ചെയ്തു. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മികച്ച സാമൂഹ്യസ്ഥിതി ഉറപ്പാക്കുന്നതിൽ രാജ്യത്ത് 1-ാം സ്ഥാനത്ത് കേരളമാണ്. സേഫ് പദ്ധതിയിലൂടെ 10,000 കുടുംബങ്ങൾക്ക് കൂടി ഈ വർഷം ധനസഹായം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. പട്ടിക വിഭാഗങ്ങൾക്കിടയിലെ സാമൂഹ്യ പുരോഗതിയുടെ സൂചകങ്ങളായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുക. 22 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ, 194 പ്രീ മെട്രിക് ഹോസ്റ്റലുകൾ, 29 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ മികച്ച നിലയിൽ ഇവിടെ പ്രവർത്തിക്കുകയാണ്. വിദ്യാവാഹിനി പദ്ധതിയിലൂടെ വിദൂര പ്രദേശങ്ങളിലെ കുട്ടികളെയും വാഹനങ്ങളിൽ സ്കൂളിൽ എത്തിക്കുന്നുണ്ട്. 186 പഞ്ചായത്തുകളിലെ 25,147 വിദ്യാർത്ഥികൾ വിദ്യാവാഹിനി പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. പട്ടികവർഗക്കാർക്ക് ഭൂമി നൽകാനായി ലാൻഡ് ബാങ്ക് പദ്ധതി, നിക്ഷിപ്ത വനഭൂമി വിതരണം, വനാവകാശ നിയമം തുടങ്ങിയവ നടപ്പാക്കി വരുന്നുണ്ട്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് 8,919 പട്ടികവർഗ കുടുംബങ്ങൾക്ക് 8,573 ഏക്കർ ഭൂമി വിതരണം ചെയ്തു. ലൈഫ് മിഷനിലൂടെ 1,16,610 പട്ടികജാതി വിഭാഗക്കാർക്കും 43,629 പട്ടികവർഗ വിഭാഗക്കാർക്കും ഭവനങ്ങൾ ലഭ്യമാക്കി. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു അധ്യക്ഷത വഹിച്ചു. MLA PP സുമോദ്, മുൻമന്ത്രി AK ബാലൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ, പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ ധർമ്മല ശ്രീ IAS, ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി എന്നിവർക്കൊപ്പം ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു.